ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ ഇന്ന് തായ്ലാൻഡ് ടു ഹോങ്കോങ് പോവാണ്. അപ്പോൾ നമ്മളിതാ ലഗേജൊക്കെ റെഡിയായി, എല്ലാവരും റെഡിയാണ്. ഇന്ന് നമുക്ക് ഫ്ലൈറ്റിന് ടൈമായി. 11 o'clock ഫ്ലൈറ്റ്. പക്ഷേ ജസ്റ്റ് താഴത്തുനിന്ന് ചായ കുടിച്ചിട്ട്, ഇവിടെ നല്ല ട്രാഫിക്, അതുകൊണ്ട് വേഗം ഇറങ്ങണം. അപ്പോൾ ബാക്കി ഹോങ്കോങ് കാഴ്ചകൾ അവിടെ ചെന്ന് ഇൻഷാ അല്ലാ. അപ്പോൾ ഇതാ അവിടെയായിരുന്നു നമ്മളെ പൊന്നൂസ് കിടന്നിരുന്നത്. താഴത്ത് ഷാനു, ഇവിടെ ഞാനും തന്നൂക്ക. പൊന്നു, വൈ യു സാഡ്? വൈ? പൊന്നുവിന് ഏത് കൺട്രിയിൽ വന്നിട്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടം. അതിന് പുതിയ കൺട്രിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഹായ് ഷാനു, ഹായ് പൊന്നൂസ്. നമ്മൾ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നമ്മുടെ എഗ്സ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രാവിലത്തെ കഴിച്ച. 7 o'clock. അങ്ങനെ നമ്മുടെ കാറ് വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോയോട് കൂടി നമ്മുടെ തായ്ലാൻഡ് വിശേഷങ്ങളൊക്കെ കഴിയുകയാണ്. ഇനി നമ്മൾ ഹോങ്കോങ്ങിലേക്കാണ് പോകുന്നത്, അതായത് ബാങ്കോക്ക് ടു ഹോങ്കോങ്. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, ഞങ്ങൾ ആക്ച്വലി ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തത് ദുബായിൽ നിന്നാണ്. ദുബായ് ടു ബാങ്കോക്ക്, പിന്നെ നമ്മൾ തായ്ലാൻഡ് മൊത്തം കറങ്ങി. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഹോങ്കോങ്ങിലേക്ക് പോവാണ്. പിന്നെ നമ്മൾ ഇന്ത്യക്കാർക്ക് ഹോങ്കോങ്ങിൽ പോകാൻ വിസയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറൊക്കെ ഞാൻ പറഞ്ഞു തരാം. മോസ്റ്റ്ലി എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയാം. നമ്മൾ ഇന്ത്യൻസിന് ഹോങ്കോങ്ങിലേക്ക് എൻട്രി കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പ്രീ അറൈവൽ രജിസ്ട്രേഷൻ ഫോം ഉണ്ട്. അത് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. അതായത് അതിൽ ചോദിക്കുന്നത് നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, പിന്നെ നമ്മളുടെ ഹോട്ടൽ ബുക്കിങ്സ് ഒക്കെയാണ്. അപ്പോൾ നമ്മളത് സബ്മിറ്റ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് അപ്രൂവൽ കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് 6 months വാലിഡിറ്റിയാണ് ആ ഒരു എൻട്രിക്ക് കിട്ടുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു മൾട്ടിപ്പിൾ എൻട്രി ആയിട്ടാണ് വരുന്നത്. ലൈക്ക് നമുക്ക് ഫസ്റ്റ് എൻട്രിയിൽ ഒരു 14 days അവിടെ സ്റ്റേ ചെയ്യാം. ആ ഒരു രീതിയിലാണ് നമുക്ക് എൻട്രി കിട്ടുന്നത്. സംഭവം വളരെ ഈസിയാണ്. പക്ഷേ നമ്മൾ ആദ്യമേ ഓൺലൈനിൽ ഇത് ചെയ്തിരിക്കണം. അതായത് നമ്മൾ ഹോങ്കോങ്ങിൽ എത്തുന്നതിന് മുമ്പ് നമ്മളിത് ചെയ്തിരിക്കണം. നമ്മൾ ആക്ച്വലി ദുബായിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ്, അതായത് നമ്മളിപ്പോൾ ബാങ്കോക്കിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്തിരുന്നു. വെറുതെ ഒരു റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ബാങ്കോക്കിൽ നിന്ന് നമുക്ക് ഹോങ്കോങ്ങിൽ പോകുന്ന ആ ഒരു ടൈം ചെയ്താൽ മതി. കാരണം വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് അപ്രൂവൽ കിട്ടുന്നുണ്ട്. ബട്ട് ഇൻ കേസ് നമുക്ക് എടുത്തു വെക്കുന്നത് നല്ലതാണെന്നുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്തേ ഉള്ളൂ. ബൈ ബൈ. ഓക്കെ ഷാനു, പൊന്നൂസ്. അങ്ങനെ നമ്മൾ ബൈ 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 ഫ്രം തായ്ലാൻഡ്. ഹായ് ഗൈസ്. പൊന്നു ഷാനു, പൊന്നുകുട്ടി. Also, if you are returning from places affected by monkeypox and having symptoms like fever, rash, and swollen fingers, you should
ഹോങ്കോങ് ഫ്ലൈറ്റ് ഡ്യൂറേഷൻ വരുന്നത് 2 hours ആണ്. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു, വേഗം എത്തിയ പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹോങ്കോങ്ങിലെത്തി. പൊന്നു എത്തിക്കില്ല. I'm still left in Thailand. ഇവിടെ എത്തിയപ്പോ ഒരു വീതി വിസ്താരമുള്ളവരുണ്ടാ. എല്ലാരും സംസാരിക്കുന്നുണ്ടല്ലോ ഇംഗ്ലീഷ്. അങ്ങനെ നമ്മൾ ഹോങ്കോങ് എയർപോർട്ടിലെത്തി. ഷാനോന്റെ പൊന്നുന്റെ കഥ തീരുന്നില്ലല്ലോ. ഹലോ ഗായ്സ്, ദുബായ് പോലെ തന്നെ ഉണ്ട്. നമ്മൾ മെട്രോന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് അവരെ സേഫ്റ്റിക്ക് വേണ്ടിയായിരിക്കൂലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഫോം അവിടെ വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്യണം. അതായത് നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. സംഭവം നല്ല സ്മൂത്തായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പ്രീ അറൈവൽ രജിസ്ട്രേഷൻ ഫോമും അത് നമ്മുടെ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് വേണം. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് കൊടുക്കുക. ബാക്കി അവർ വേഗം അപ്പം തന്നെ എൻട്രി തരുന്നുണ്ട്. കൂടുതലൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഏതൊരു കൺട്രി പോയാലും ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം എയർപോർട്ടിലെത്തിയാൽ അവിടുത്തെ സിം കാർഡ് എടുക്കാനാണല്ലോ. അപ്പോൾ തന്നൂക്ക് ഇങ്ങനെ സിം കാർഡൊക്കെ എടുത്തു. പിന്നെ അതിന് ശേഷം ഇങ്ങനെ നോക്കുകയാണ്, അതായത് എയർപോർട്ട് ടാക്സി ആണോ നല്ലത് അതോ ഉബർ ബുക്ക് ചെയ്യുന്നതാണോ. പക്ഷേ കുറച്ചും കൂടി റീസണബിളായിട്ട് തോന്നിയത് ഉബറാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബുക്ക് ചെയ്യുമ്പോൾ അവർ ഗേറ്റ് നമ്പർ പറയുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ തന്നെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇനി ഹോങ്കോങ്ങിലെ കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഹോങ്കോങ് മോസ്റ്റ്ലി എല്ലാവർക്കും അറിയായിരിക്കും, ചെറിയൊരു കൺട്രിയാണ്. ബട്ട് അവിടെ മൊത്തം എക്സ്പെൻസ് കൂടുതലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി ബാക്കിയുള്ള എക്സ്പെൻസൊക്കെ അവിടെ പോയിട്ട് അറിയണം, ജസ്റ്റ് ലാൻഡ് ചെയ്തിട്ടല്ലേ ഉള്ളൂ. പിന്നെ അതായത് ചെറിയ കൺട്രി ആയതുകൊണ്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക്. ഹോങ്കോങ് എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് അറൗണ്ട് ഒരു 20 minutes ഡ്രൈവാണ് വരുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള നെയിം ബോർഡ്സൊക്കെ ചൈനീസിലായിരുന്നു എഴുതിയിരുന്നത്. പിന്നെ അവരുടെ ഫേസ് ഫീച്ചേഴ്സൊക്കെ ഓൾമോസ്റ്റ് നമുക്കൊരു ചൈനക്കാരുടെ ഫേസ് കട്ട് അങ്ങനത്തെ ഒക്കെയായിരുന്നു തോന്നിയിരുന്നത്. രസമുണ്ടായിരുന്നു. അവിടെ മൊത്തത്തിൽ മാറി. ലൈക്ക് നമ്മളിപ്പോൾ ബാങ്കോക്കിൽ നിന്ന് ഹോങ്കോങ്ങിലെത്തിയപ്പോൾ മൊത്തത്തിൽ ആൾക്കാരുടെ രൂപത്തിലും സ്വഭാവത്തിലും ഒക്കെ നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത് കൗലൂൺ സിറ്റിയിലാണ്. അതായത് ഹോങ്കോങ് സിറ്റിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ബൈ കാറ് അല്ലെങ്കിൽ മെട്രോ ബോട്ട് അങ്ങനെയൊക്കെ പോകാവുന്നതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടുത്തെ ടാക്സി നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നമ്മൾ ഈ പഴയ ഹോളിവുഡ് മൂവീസിലൊക്കെ കാണുന്ന പോലെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ടാക്സീസ്. പൊന്നു അതിന് കുറേ പോയിനാ. ഇതാണ് നമ്മുടെ ഹോട്ടല്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ക്യാൻഡി എടുക്കാം. എൻ്റെ സൗണ്ടെല്ലാം മാറി. പൊന്നു കൊടുക്കും.
അപ്പോൾ അത്യാവശ്യം സൗകര്യമുള്ള റൂം തന്നെയായിരുന്നു. ഷാനോനും പൊന്നോനും സിംഗിൾ ബെഡ് ഉണ്ട്. പിന്നെ ഇത് എൻ്റെ തന്നൂക്കാൻ്റെയും. പിന്നെ അവിടെ നിന്നുള്ള വ്യൂ, നമ്മളെ വിൻഡോന്ന് കാണുന്ന വ്യൂ രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വാഷ്റൂം, നമ്മൾ മോസ്റ്റ്ലി അതെപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ്, വാഷ്റൂം നല്ല നീറ്റായിരിക്കണം. അപ്പോൾ മൊത്തത്തിൽ അൽഹംദുലില്ലാ. കാരണം നമ്മൾ ഹോങ്കോങ്ങിൽ നിന്ന് എന്തായാലും നമ്മളൊരു 5 days ആണ് ഉള്ളത് ഹോങ്കോങ്ങിൽ. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ 5 days ഈ ഒരു റൂമിൽ തന്നെയാണ് നിൽക്കാമെന്ന് പ്ലാൻ ഇട്ടുള്ളത്, ഈ ഒരു ഹോട്ടലിൽ തന്നെ. അപ്പോൾ ഈ ഹോട്ടലിൽ നമുക്ക് മൊത്തത്തിലുള്ള ഈ ഒരു കൗലൂൺ സിറ്റി കാണാൻ പറ്റുന്നുണ്ട്. ഹോങ്കോങ് സിറ്റീനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ചും കൂടി പഴയ ബിൽഡിങ്സ് ആണ് വരുന്നത്. അങ്ങനെ നമ്മൾ 7 o'clock കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് മിസ്റ്റർ തൻവീർ ആൻഡ് മിസ്റ്റർ വിശാൻ. അങ്ങനെ നമ്മൾ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ തായ്ലാൻഡിനെ വെച്ച് നോക്കുമ്പോൾ ചൂട് വളരെ കുറവാണ്. ഇവിടെ നല്ല എക്സ്പെൻസീവ് ആണ്. അങ്ങനെ എന്തായാലും നമുക്ക് ഈ ഒരു സിറ്റി കാണാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു ടാക്സി കയറാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹോങ്കോങ്ങിൽ പോയാൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് ഏതാണെന്ന് വെച്ചാൽ മെട്രോ ആണ്. അത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോയാൽ നമുക്ക് എന്തെങ്കിലും ഒരു പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കൗതുകം ഉണ്ടാവുമല്ലോ. സത്യം പറഞ്ഞാൽ നമ്മൾ ബാങ്കോക്കിൽ പോയപ്പോൾ അവിടെ ടുക്ക് അത്യാവശ്യം നല്ല കത്തിയായിരുന്നു. എന്നിട്ടും നമ്മൾ അതിൽ തന്നെയാണ് പോയത്, ഒരു രസത്തിന് വേണ്ടി. അതുപോലെ തന്നെ നമുക്ക് ആദ്യം വന്നപ്പോഴേ ഈ ഒരു ടാക്സി കാണാൻ നല്ല ഇഷ്ടമായിരുന്നു. അപ്പം പിന്നെ ഫസ്റ്റ് ടാക്സി തന്നെ പോയിട്ട് എന്താ അവസ്ഥ നോക്കട്ടെ വിചാരിച്ചു. ബാക്കിലുള്ള തെങ്ങ് കോക്കനട്ട് ട്രീ അല്ലാതെ ഒളിമ്പ്യൻ സിറ്റി. താങ്ക് യു. അയാളുണ്ടായിരുന്നു മനസ്സിലായി. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അവിടുത്തെ ഹോങ്കോങ്ങിൽ തന്നെയുള്ള ഒരു ഫേമസ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ്. ഷാനു ഇങ്ങനെ ഓരോ ഗൂഗിളൊക്കെ നോക്കി ഓരോന്ന് കണ്ടുപിടിക്കുകയാണ്. ആദ്യം തന്നെ ഒന്ന് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറാമെന്ന് വെച്ചു. നമുക്കൊരു ഫുഡ് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ എങ്ങനെ ഉണ്ടാവും. സംഭവം അടിപൊളിയായിരുന്നു. ഹോങ്കോങ്ങിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഇവിടെ പോയി ഈ ഫുഡ് ട്രൈ ചെയ്യാം. പിന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മാനേജർ ഒരു മലയാളിയായിരുന്നു. നമ്മൾ എവിടെയെങ്കിലും നാട്ടിൽ പോയിട്ട് പുതിയൊരു കൺട്രി പോയിട്ട് അവിടെ നിന്ന് മലയാളികളെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവും. അങ്ങനെ ഭക്ഷണവും കഴിച്ച് നമ്മൾ തെരുവിലേക്ക് ഇറങ്ങി. ഇതാണ് ഇവിടുത്തെ ടാക്സി. ഈ സ്ട്രീറ്റിന്റെ പേരെന്താ ഷാനു? ഈ സ്ട്രീറ്റിന്റെ പേരെന്താ? സിയാൻ ഷാ ഏരിയ. എന്താ പൊന്നോ? തിക്ഷോ. ഇപ്പൊ നമ്മള് രണ്ട് ബിരിയാണി, ഒരു ചില്ലി ചിക്കൻ, ഒരു കടായി ചിക്കൻ, ബട്ടർ 3 ബട്ടറിനാണ് കൂടി 878 ഹോങ്കോങ് ഡോളർ. അതായത് നമ്മുടെ ദുബായിൽ UAE ദിർഹംസ് കണക്കൂട്ടുമ്പോൾ 400 സംതിങ് ആയി. നല്ല എക്സ്പെൻസീവാണ്. നഷാനു പിടിച്ചോ. സോറി.
എന്താടി I just wanted to see if you like നമ്മളിന്ന് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. രസമുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നല്ല ബിസി ആയിരുന്നു നടക്കുമ്പോൾ. പിന്നെ അവരെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ചൈനീസ് ലുക്ക്, പിന്നെ നമുക്ക് ഒരു കൊറിയൻ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എന്താ പറയാറ്, മൊത്തത്തിൽ നമ്മൾ വേറെ എവിടെയോ എത്തിയപ്പെട്ട ഒരവസ്ഥ. കാരണം എല്ലാവരും ഏകദേശം ഒരുപോലെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അവിടെ. അങ്ങനെ സ്റ്റാർ ഫെറിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഐക്കോണിക് ബോട്ടാണ് പോലും പണ്ട് മുതലുള്ള. നമ്മൾ ദുബായിൽ അബ്രാമെല്ലാം പറയുന്നത് അല്ലേ? അപ്പർ ഡെക്ക് തന്നൂക്ക അപ്പർ ഡെക്ക് പൊന്നോ ഫ്രണ്ടിൽ ഇറക്കൂട്ടാ. എത്ര പൈസ കൂടെ ചോദിച്ചു. ഈ ഒരു സ്റ്റാർ ഫെറി സ്റ്റാർട്ട് ചെയ്തത് 1888 പിന്നെ അതൊരു റിനോവേറ്റ് ചെയ്തൊരു 1965 നമ്മളിപ്പം കാണുന്നൊരു രൂപത്തിലാക്കി. കാരണം ഈ ഒരു ഫെറിയാണ് ഇവർ മെയിനായിട്ട് പറയുന്നത്, ഇതാണ് ഹോങ്കോങ് ഐലൻഡ് ആൻഡ് ഈ കൗലൂൺ സിറ്റിനെ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ഹിസ്റ്റോറിക് ട്രാൻസ്പോർട്ട് സർവീസാണിത്. പിന്നെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ്. കാരണം ഈ ഒരു വിക്ടോറിയ ഹാർബറിലാണ്. കാരണം അവിടെ നിന്നിട്ട് മൊത്തം നമുക്ക് ഈ ഹോങ്കോങ്ങിൻ്റെ ആ ഒരു സിറ്റി വ്യൂ മൊത്തം നമുക്ക് കിട്ടും ഈ ഒരു സ്റ്റാർ ഫെറിയിൽ യാത്ര ചെയ്യുമ്പോൾ. അങ്ങനെ ഈ കാണുന്നതാണ് ഹോങ്കോങ് സിറ്റി. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ കൗലൂൺ സിറ്റിയിൽ മൊത്തം പഴയ ബിൽഡിങ്സ് ആണെങ്കിൽ ഇവിടെ മൊത്തം ന്യൂ ബിൽഡിങ്സ് ആണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ നല്ലൊരു വെതറും എല്ലാം കൂടി നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു യാത്ര ചെയ്തത് ഓഗസ്റ്റിലാണ്. പക്ഷേ അങ്ങനെ ഒരു സമ്മർ എന്ന് പറയാനില്ല. അവിടുത്തെ വെതർ നമുക്ക് രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹോങ്കോങ് സിറ്റി പിറ്റേന്ന്, അതായത് നെക്സ്റ്റ് ഡേ കറങ്ങാന്നുള്ള രീതിയിൽ അതേ ഫെറിയിൽ തന്നെ നമ്മൾ റിട്ടേൺ വന്നു. കാരണം നമ്മൾ മോർണിംഗ് ബാങ്കോക്കിൽ നിന്ന് ഇറങ്ങിയതല്ലേ, അപ്പോൾ ഇപ്പോൾ എല്ലാം കൂടി ടയേർഡായി. ഇനിയിപ്പോൾ റൂമിൽ പോയിട്ടൊന്ന് നന്നായി റെസ്റ്റ് എടുക്കണം. അപ്പോൾ ബാക്കിയുള്ള ഹോങ്കോങ് കാഴ്ചകളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. ആദ്യമേ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഒരു ചെറിയ ഒരു കൺട്രി ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും തോന്നി. കാരണം ഇപ്പം തന്നെ നമുക്കൊരു ഐഡിയ കിട്ടിയിരുന്നു എവിടെയൊക്കെ പോകണം എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതാ പൊന്നൂനെ കാണുന്നില്ലേ, ആൾ ടയേർഡായി, അതെല്ലാം ഉറക്കം വന്ന്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ്. നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഹോങ്കോങ് വിശേഷങ്ങളായിട്ടുള്ള വീഡിയോസ് ആയിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി വരുന്നത് വരെ Masalama.